നിങ്ങൾ ഈ കസ്ബ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പിന്നെ എങ്ങോട്ട് പോയി? ഞങ്ങൾ നേരെ സെൻട്രൽ സ്റ്റേഷനിൽ. രണ്ടുപേര് മാത്രമല്ലേ ഉള്ളായിരുന്നു? അല്ല, സിസ്റ്ററും ഉണ്ട്. സിസ്റ്റർ ഉണ്ടായിരുന്നു. സിസ്റ്റേഴ്സ് 2 പേര്, മോനും ഞങ്ങൾ 5 പേര്. ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. ആ അപ്പൊ അങ്ങനെ ഒരാളല്ലല്ലോ പോയി പരാതി പറയുന്നത്. ഇത്രയും 5 പേരടക്കം വരുമ്പോൾ എന്തുകൊണ്ട് പോലീസ് ശ്രദ്ധിക്കാണ്ടിരിക്കണം? അത് പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അതെ, ഞാൻ ഒരാൾ മാത്രം എന്ന് പറയണമെങ്കിൽ നിസ്സാരമായിട്ട് വേണേൽ തള്ളിക്കളയാം. ഗൗരവമുണ്ട്. അടുത്ത സ്റ്റേഷനിലേക്ക് നിങ്ങൾ പോയി. അവിടെ എങ്ങനെയായിരുന്നു സ്വീകരണം? അവിടുത്തെ സെൻട്രൽ സ്റ്റേഷനായിരുന്നു. സെൻട്രൽ സ്റ്റേഷനാണ്. അതാണ് അതിലും വലിയ രസം. ഞങ്ങൾ ചെന്ന് പറഞ്ഞപ്പോഴേ പറഞ്ഞു, അയ്യോ SI ഇന്ന് ഇവിടെയല്ലോ, ഇന്ന് ഈ കൊച്ചിന്റെ ടവർ ലൊക്കേഷൻ എടുക്കാൻ പറ്റിയല്ല, നിങ്ങൾ രാവിലെ 8:30 വരൂ, ഉടനെ ആൻസർ. അയാൾക്ക് ഇതിന്റെ ഗൗരവ സ്വഭാവം മനസ്സിലായില്ലേ പോലീസുകാരന്? ഗൗരവ സ്വഭാവം മനസ്സിലാഞ്ഞിട്ടല്ല സാർ, അവർക്കും ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഈ കേസ് ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഉഴപ്പിക്കളയണം, ഇത് എടുക്കരുത്, ഇത് അന്വേഷിക്കരുത്. കാരണം 5-ാം തീയതി കൊച്ച് കാണാണ്ടായ അന്ന് തന്നെ ഞങ്ങളുടെ കേസ് എടുത്താൽ അവർക്ക് കേസ് അന്വേഷിക്കേണ്ടി വരും, കണ്ടെത്തേണ്ടി വരും. പക്ഷെ 6-ാം തീയതിയാണ് ഈ കേസ് അന്വേഷിക്കണമെങ്കിൽ കൊച്ച് കാണാണ്ട് പോയി എന്ന് ഞങ്ങൾ പരാതിപ്പെട്ടിട്ടില്ല എന്ന് കോടതിയിൽ വരും. അത് ശരി. അതാണ് നിങ്ങൾ പരാതി കൊടുത്തില്ലേ ഔദ്യോഗികമായിട്ട്? പരാതി കൊടുത്തു. ഞങ്ങള് 11 മണിക്ക് മുമ്പ് തന്നെ സെൻട്രൽ സ്റ്റേഷനിൽ എത്തിയതാണ്. അപ്പൊ ഞങ്ങൾ പരാതി കൊടുത്തു കഴിയുമ്പോൾ അവര് ഈ പരാതിയിലെ ഡേറ്റ് 5 സ്വീകരിക്കില്ല. ഞാൻ പറഞ്ഞു, ഒരിക്കലും ഞാൻ ഇത് തിരുത്തില്ല, ഇനി ഞാൻ 5-ാം തീയതിയാണ് വന്നേക്കണം, പിന്നെ എങ്ങനെ ഞാൻ 6-ാം തീയതി എഴുതി തരണം? ഇത് നിങ്ങൾ ആരോടെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു? ഇങ്ങനെ ഒരു പോലീസുകാരൻ പറഞ്ഞു? എല്ലാരോടും പറഞ്ഞു. എന്താ അമ്മ എന്തോ പറയാൻ വന്നല്ലോ അതിന്റെ ഇടയ്ക്ക്? ഇല്ല, അന്ന് നമ്മളെ ചെന്ന് 10:30 ആകുമ്പോ നമ്മള് കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ടല്ലോ. ആ ഒരു സമയത്ത് ഇവരൊന്ന് ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ കുഞ്ഞു മരിക്കില്ലായിരുന്നു. ഇവര് ഒരു ചെറിയൊരു 1% അവര് ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞു മരിക്കില്ലായിരുന്നു സാറേ. അവരന്ന് ആ സമയം നഷ്ടപ്പെടുത്തിയതാണ് എന്റെ കുഞ്ഞ് ജീവനോടെ ഇന്നില്ലാത്തത്. അത് ഓർക്കുമ്പോ അതായത് ആ പോലീസുകാരൻ ഞങ്ങളെ ഉള്ളിലോട്ട് പോലും കയറ്റാണ്ട് മിറ്റത്ത് നിർത്തിയ ഇങ്ങനെ കൈ പുറകെ കെട്ടി നിന്നുകൊണ്ട് പറയണത്, അയ്യോ ഇന്ന് പറ്റില്ല, നാളെ ആവട്ടെ, നാളെ 8:30 ആകുമ്പോ വാ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പപ്പയോട് ചോദിച്ചു, പപ്പ നമ്മളൊരു പോലീസ് സ്റ്റേഷനിലാണോ പപ്പ വന്നേക്കുന്നതെന്ന്? കാരണം ഞങ്ങളുടെ വിചാരം എന്നെ കുഞ്ഞിനെ കാണുന്നില്ല, നേരെ പോലീസ്. ഒരു കുട്ടിയെ കാണുന്നില്ല എന്ന് പറയുമ്പോൾ അവർക്കൊക്കെ മക്കളുള്ള ആളായിരിക്കുമല്ലോ. ഒരു അമ്മയുടെ വേദനയും ഒരു അച്ഛന്റെ ഒരു ഉത്കണ്ഠയും ഒക്കെ എന്തായിരിക്കും നമുക്ക് മനസ്സിലാവില്ല. അയാൾ എങ്ങനെയാണ് അത് പിറ്റേന്ന് വരാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങളുടെ പോലീസുകാരന്റെ ഒക്കെ മനസ്സിൽ എന്താണോ എന്തോ. ഒരിക്കൽ പോലും പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടില്ല, ആദ്യമായിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ കയറുന്നത്. അപ്പൊ നമ്മുടെയൊക്കെ വിചാരം എന്താ, പോലീസ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ളവരാണ്. നമുക്ക് എന്തെങ്കിലും കോൺസ്റ്റബിൾ അല്ലാതെ സീനിയർ ഉദ്യോഗസ്ഥന്മാരും ഇല്ല, വേറെ SIമാരെ ആരും അവിടെ കണ്ടെത്തില്ല. കുറെ പോലീസുകാരുണ്ടായിരുന്നു. സീനിയർ കോൺസ്റ്റബിൾ ആയ ആളാണ് ഞങ്ങളെ അടുത്ത് ഇത് സംസാരിച്ചത്. നമ്മള് ടവർ ലൊക്കേഷൻ നോക്കാൻ പറയുമ്പോ അവര് പറയണേ SI ഇന്നില്ല, നാളെ 8:30 വരുള്ളൂ. SI ഇപ്പൊ ഒരു പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ റേഷൻ കട പോലെ അടച്ചിടാൻ പറ്റിയ സാധനമൊന്നും അല്ലല്ലോ. അപ്പൊ ഒരു SI അവധിയിലാണെങ്കിൽ ഒരു പാസ്വേഡ് അയാളുടെ താഴെയുള്ള ആളിന്റെ അടുത്ത് കാണുമല്ലോ. സാർ, അതാണ് സാർ മനസ്സിലാകാത്ത. SI ഇവിടെ ഇല്ല, പാസ്വേഡ് SIയുടെയിലാണ് എന്ന് പറയാൻ ഇന്ന് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ഒരു നാടാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. അതൊക്കെ തൊടുന്യായം. അപ്പൊ പോലീസ് നിരൂപിച്ചാൽ എന്തും നടക്കുന്ന ഒരു സാഹചര്യത്തില് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ഈ കേസ് മനഃപൂർവ്വം പോലീസ് മാറ്റിവെച്ചത്? പക്ഷേ അവര് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഈ ദാരുണ സംഭവം ഒഴിവാക്കാമായിരുന്നു. തീർച്ചയായിട്ടും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്തു? പിന്നെ ഞങ്ങള് പള്ളിയിൽ ചെന്നിട്ടുണ്ടോന്ന് അറിയാൻ അവിടുത്തെ ക്യാമറയുടെ ഇത് നോക്കാനായിട്ട് ഇവരോട് വിളിച്ച്, ആ സമയത്ത് നമ്മളൊരു പള്ളിയിൽ ചെന്നിട്ട് CCTV ദൃശ്യം നോക്കാൻ പറഞ്ഞെന്നാ അവര് നോക്കുവോ? അത് തന്നെയല്ല, നമുക്ക് പള്ളിക്കകത്ത് അങ്ങനെ പോകാൻ പറ്റുമോ? രാത്രി 12 മണി 1 മണിയായപ്പോ. അപ്പൊ ഇവരെ വിളിച്ചു കഴിഞ്ഞപ്പോ ഇതൊന്നും ഇന്ന് നടക്കത്തില്ല, ഈ സമയത്ത് എങ്ങനെയാ പോകുന്നേ, നാളെ ആവട്ടെ. സാറേ ഇതൊന്നും നോക്കി എന്നാന്ന് വെച്ചാൽ ഈ രാത്രിക്ക് നമ്മൾ പ്രവർത്തിക്കണ്ട. ഞാൻ ചോദിച്ചു, സാറേ ആ സമയത്ത് കുഞ്ഞ് എത്തേണ്ടിയടുത്ത്, ഞങ്ങളുടെ ഓർമ്മ ആരോ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള ഇതിലാണ്, ആ കുഞ്ഞ് എത്തേണ്ടിയടുത്ത് എത്തൂലേ സാറേ, നാളെ നേരം വിളിക്കുമ്പോഴേക്കും എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി നോക്കിക്കോ. പിന്നെ ഞങ്ങളുടെ കൂടെ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നത് കൊണ്ട് അപ്പൊ ഈ സിസ്റ്റേഴ്സിന്റെ അടുത്ത് പറഞ്ഞു, അച്ഛനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമോ, നമുക്ക് പള്ളിക്കകത്ത് പോയി ഒന്ന് നോക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ അവര് പിന്നെ അച്ഛൻ്റെ നമ്പർ ഉണ്ടായിരുന്നു, ആ പള്ളിയിൽ ഒരു അച്ഛൻ്റെ നമ്പർ ഉണ്ടായിരുന്നു. അങ്ങനെ അച്ഛനെ കോണ്ടാക്ട് ചെയ്ത് ഞങ്ങളോട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 5 പേരും കൂടി അവിടെ ചെന്നു. അത് കഴിഞ്ഞ് അവിടെ പ്രാർത്ഥന പങ്കെടുത്തിട്ടുണ്ട്. പള്ളിയുടെ കോമ്പൗണ്ട് വരെ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് എക്സ്പ്രഷൻസ് ഒക്കെ എന്താ സാധാരണ നല്ല നോർമൽ ആയിട്ടുള്ള ഇത്, വളരെ സ്മൈൽ സ്പേസോട് കൂടിയാണ് പള്ളി കയറുകയും ഇറങ്ങുകയും എല്ലാം ചെയ്യുന്നത്. അത് നമ്മൾ ആ വീഡിയോ ഈ ലാസ്റ്റിൽ CCTVയിൽ പറഞ്ഞിരിക്കുന്ന സമയം എത്ര മണിയാ?
6-18 6-18 വരെ അവള് പള്ളിയിലുണ്ടായിരുന്നു. പള്ളിയുടെ കോമ്പൗണ്ടിലുണ്ട്. ഓക്കെ. അതിനുശേഷം അവിടുന്ന് ആ CCTV അപ്രത്യക്ഷമായതിനു ശേഷം മോളുടെ ഒരു ദൃശ്യവും എങ്ങുന്നും, പക്ഷേ പോലീസ് ഹൈക്കോടതി ജംഗ്ഷനിൽ നടന്നു പോകുന്നു എന്ന് പറയുന്ന ഒരു ദൃശ്യമായിട്ട് അങ്ങനെ വിഷ്വൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വിഷ്വൽ ഇല്ലായിരുന്നു. പിങ്ക് പോലീസിൽ നിന്ന് എടുത്തതാണെന്നും പറഞ്ഞ് ഈ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയതിന് ശേഷം ഒരു 15 ദിവസത്തോളം ആയപ്പോഴത്തേനുമാണ് ഇങ്ങനെയൊരു ദൃശ്യം മിഷേല് ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് ഗോശ്രീ പാലം ലക്ഷ്യം വെച്ച് പോകുന്നു എന്നും പറഞ്ഞൊരു ദൃശ്യം പിങ്ക് പോലീസിൽ നിന്ന് കിട്ടിയെന്നും പറഞ്ഞ് ഇവർ അവതരിപ്പിച്ചു. അതിലെ ദൃശ്യത്തിലെ കുട്ടിയുണ്ടോ? ഇല്ല. അല്ല, മിഷേലിനെ പോലെ തോന്നിക്കുന്ന ഒരു കുട്ടി നടന്നു പോകുന്നതായിട്ട് ബാക്ക് ദൃശ്യമാണ് സാർ. ഇപ്പൊ എന്റെ ഒരു ബോഡി ഷേപ്പിലുള്ള ഒരാള് ഇപ്പൊ ഞാൻ ഇരിക്കുന്ന ഈ ഷർട്ടും ഈ പാന്റും അതേ കളറിലിട്ട് ഞാൻ അങ്ങ് നടന്നു പോകുന്ന ഒരു ബാക്ക് ദൃശ്യം എടുത്താൽ ഞാനാന്ന് പറയാൻ പറ്റുമോ? ഷോള് മൊത്തം മൂടി, ഒന്നും കാണരുത്, അതുപോലെ ഫേസ് കാണുന്നില്ല.